പരിശുദ്ധ ഖുർആനിലെ കേവലം 20 ആയത്തുകൾ മാത്രമുള്ള ഒരു കുഞ്ഞൻ സൂറത്ത്, കേവലം 1.5 പേജ് മാത്രമുള്ളൊരു സൂറത്ത്. എന്നാൽ ഈ സൂറത്ത് ഓതുന്നവർക്ക് കിട്ടുന്ന 6 വമ്പൻ നേട്ടങ്ങൾ കാണാം. മനസ്സിലെ മുറാദുകൾ എന്തെങ്കിലുമൊക്കെ ഇനിയും പൂർത്തിയാകാത്തത് ബാക്കിയുണ്ടോ? എത്ര വലിയ നടക്കൂല എന്ന് വിചാരിച്ച വിഷയമാണെങ്കിലും നടന്ന് കിട്ടും എന്ന് മഹാന്മാർ ഉറപ്പ് പഠിപ്പിച്ചു തന്ന ഈ ഒരു സൂറത്ത് 7 ദിവസം ആരെങ്കിലും ഒരാൾ സ്ഥിരമായി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി എന്തുദ്ദേശം വെച്ചാണോ ഇത് ഓതിയത് അത് നടന്നു കിട്ടുന്നതാണ് എന്ന്, ആ മുറാദ് ഹാസിലായി കിട്ടുന്നതാണ്, ആ ആവശ്യം പൂർത്തിയായി കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു സൂറത്ത്, പരിശുദ്ധ ഖുർആനിലെ അത്ഭുത സൂറത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാന്ത്വനം കൊടുത്ത സൂറത്ത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ്ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ. വലിയ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ പോലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് സാന്ത്വനം ഓതിക്കൊടുത്തത് ഈ ഒരു സൂറത്ത് ഓതിയിട്ടാണ്. ഇത് കേട്ടപ്പോഴാണ് നബിതങ്ങൾക്ക് ആശ്വാസമായത്. പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ, ദുരിതങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ കൂപ്പുകുത്തി കിടക്കുന്ന ആളുകളാണെങ്കിലും ശരി, അതൊക്കെ നീങ്ങിക്കിട്ടാൻ, ആ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഈ ഒരു സൂറത്ത് ഓതിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. പിണക്കത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ, പരസ്പരം സ്നേഹമില്ലാതെ കഴിയുന്ന കുടുംബം, വഴക്കിൽ കഴിയുന്ന കൂട്ടുകാർ, ഇവർക്കൊക്കെ ഇത് പരിഹരിച്ച് കിട്ടണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ പിണക്കങ്ങൾ മാറണം, സങ്കടങ്ങൾ മാറണം, പരസ്പര പൊരുത്തക്കേടുകൾ മാറിയിട്ട് സ്നേഹബന്ധത്തിലാകണം എന്നാഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു സൂറത്ത് ഓതിക്കോ. 7 ദിവസം കൊണ്ട് നമുക്ക് അത്ഭുതം കാണാൻ കഴിയും, ജീവിതത്തിൽ വലിയ മാറ്റം കാണാൻ കഴിയും. ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം നീങ്ങിക്കിട്ടാനും വലിയ റാഹത്ത് ലഭിക്കാനും ഈ ഒരു സൂറത്ത് പതിവാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ അവിടുത്തെ പിൻഗാമികളായ മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു കുഞ്ഞൻ സൂറത്ത്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് വിളിക്കാറുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞ് മെസ്സേജ് ചെയ്യാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകണേ അള്ളാഹ്. ഞങ്ങൾ പ്രശ്നപരിഹാരങ്ങൾക്കൊക്കെ തേടിയിട്ട് ഉസ്താദെ ഇന്ന വിഷമത്തിലാണ്, എന്തെങ്കിലും പരിഹാരം ചെയ്തു തരണേ എന്ന് പറയുന്നവരുണ്ട്. പല ആളുകൾക്കും നമുക്കറിയുന്ന പരിഹാരങ്ങൾ ചെയ്തു കൊടുത്ത് ഒരുപാട് ആളുകൾ ഉസ്താദ് എൻ്റെ കാര്യങ്ങൾ റാഹത്തായി എന്ന് വിളിച്ച് സന്തോഷം അറിയിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. പലരും ഉസ്താദ് കാര്യം നടന്നു കിട്ടിയിട്ടില്ല, നിങ്ങൾ ദുആ ഇറക്കണേ എന്ന് പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറായ സന്തോഷിക്കാനുള്ള വക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചോദിക്കാൻ വിളിക്കുന്നവർ ഇൻഷാ അല്ലാഹ് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാമെങ്കിൽ നമുക്ക് സൗകര്യമാണ്, എല്ലാവർക്കും റീപ്ലൈ തരാനും നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ അതായിരിക്കും സൗകര്യമാകുക. ചിലപ്പോൾ വിളിച്ച് സംസാരിക്കാൻ അധികം ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരൂല. തെറ്റിദ്ധരിച്ചു പോകണ്ട, നിങ്ങൾ ജാടയായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പവറുള്ള ആളായിട്ടാണോ എന്ന് അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകില്ല. ചിലപ്പോൾ നമ്മുടെ ജോലി തിരക്ക്, മറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആ തിരക്കിനിടയിൽ ചിലപ്പോൾ സംസാരത്തിന് സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഒഴിവിട്ടുന്ന സമയത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് മെസ്സേജുകൾക്ക് എന്തായാലും റീപ്ലൈ തരും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഈ ചെയ്തു തരുന്ന അമലുകളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്ത് ഖുർആനിലുണ്ട്, മഹത്തായൊരു സൂറത്ത്. നോക്കണം നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ 73-ാമത്തെ സൂറത്ത്, കേവലം 20 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ മുസമ്മിൽ സൂറത്ത്. പലപ്പോഴും എന്നോട് പ്രശ്നപരിഹാരം തേടുന്ന ആളുകൾക്ക് ഞാൻ വലിയ പവിത്രമായി പറഞ്ഞു കൊടുക്കുന്ന, മഹത്തായി ഓതണമെന്ന് ഉറപ്പായും പറഞ്ഞു കൊടുക്കുന്നൊരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. കാരണം സൂറത്തുൽ മുസമ്മിൽ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ കുറേ നേടിയെടുക്കാൻ കഴിയും. നമ്മുടെ വലിയ ആവശ്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും സൂറത്തുൽ മുസമ്മിൽ കൊണ്ട്. കാരണം ഈ മുസമ്മിൽ സൂറത്ത് ഇറങ്ങാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖ്റ എന്ന ഖുർആനിൻ്റെ വലിയ മഹത്വമുള്ള വചനങ്ങൾ കേട്ട് പേടിപ്പെട്ട് വല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് പനിയോട് കൂടിയിട്ട് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്ന് പുതപ്പ് മൂടിക്കിടക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ഓതിക്കൊടുക്കുകയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലയോ മുസമ്മിലായി മൂടിപ്പുതച്ച് കിടക്കുന്ന നബിയെ, കിടക്കല്ലേ, ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കല്ലേ, വിഷമിച്ച് കിടക്കല്ലേ, തങ്ങൾ എഴുന്നേക്കണം, ഒരുപാട് പണി ഇനി ചെയ്യാനുണ്ട്, ഒരുപാട് ദൗത്യം ഇനി പൂർത്തിയാക്കാനുണ്ട്, തങ്ങളിങ്ങനെ കിടക്കേണ്ടവരല്ല എന്ന് അല്ലേ.
സൂറത്തുൽ മുസമ്മിലിൻ്റെ തുടക്ക ഭാഗത്ത് ആ ആയത്തുകൾ ഓതുന്ന ആളുകൾക്ക് അതിൻ്റെ ആശയം മനസ്സിലാക്കിയാൽ അത് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം എന്തേ, എത്ര പ്രയാസത്തിൽ കഴിയുന്ന ആളുകളാണെങ്കിൽ ആ പ്രയാസം നീങ്ങാനുള്ള വഴിയാണ്, സാന്ത്വനാണ് പറയുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാശിഅതൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ ത്വീലാ വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ. വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ പറ്റിയൊരു സൂറത്താണ്. ഓതാനും വളരെ എളുപ്പമാണ്, ഇത് ഉൾക്കൊള്ളാനും നമുക്ക് പതിവാക്കാനും ഒക്കെ വളരെ എളുപ്പമുള്ള സൂറത്താണ്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് എന്താണ് പറയുന്നത്, അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, നബിയെ തങ്ങൾ എഴുന്നേക്കണേ, അല്പസമയം ഉറങ്ങിയാൽ മതി, ഉറക്കമൊന്നും അധികം വേണ്ട. കാരണം എന്താ, വലിയ ദൗത്യം തങ്ങൾക്ക് നടപ്പാക്കാനുണ്ട്. തങ്ങളിങ്ങനെ വിഷമിച്ച് കിടക്കേണ്ടവരല്ല, സാന്ത്വനപ്പെടുക, തങ്ങൾ സമാധാനപ്പെടുക. നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല, കുറഞ്ഞ സമയം, രാത്രി, ഒരു രാത്രിയുടെ കുറഞ്ഞ സമയം, പകുതിയോ അല്ലെ അതിൻ്റെ പകുതിയോ ഒക്കെ തങ്ങൾ ഉറങ്ങിയാൽ മതി നബിയെ, താങ്കൾക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ഇപ്പോൾ ഉറക്കം ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ ക്ഷീണം നമുക്ക് അനുഭവപ്പെടും. പകൽ സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഉറക്കം ഒഴിച്ചാലും തങ്ങൾക്ക് ആ ക്ഷീണമൊന്നും അള്ളാഹു തരൂല, തങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും അള്ളാഹു നൽകൂല നബിയെ. തങ്ങൾക്ക് ആരോഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്, വലിയ ആരോഗ്യം നൽകിയിട്ടുണ്ട് ഇല്ലേ. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല, തങ്ങൾ ഖുർആൻ പാരായണം ഒരുപാട് ചെയ്യണം ഇല്ലേ, തർത്തീലായി ഖുർആൻ പാരായണം ചെയ്യണം. ഈ വിശുദ്ധമായ ഖുർആൻ്റെ വചനങ്ങൾ തങ്ങൾ സ്വഹാബത്തിലേക്ക്, ഈ സമുദായത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെ തുടങ്ങി അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു കൊടുത്ത് തങ്ങൾ ബേജാറാണ്, തങ്ങളുടെ കൂടെ നമ്മളുണ്ട്, തങ്ങളുടെ കൂടെ നമ്മളുണ്ട് എന്നുള്ള ആ ഒരു സാന്ത്വനത്തിൻ്റെ വാക്കുകളാണ് സൂറത്തുൽ മുസമ്മിലിലൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ആരെങ്കിലും ഒരാൾ ഇതിങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ പ്രയാസങ്ങൾ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ഒരാൾ കടന്നു വന്നു, വലിയ വിഷമത്തിൽ, സങ്കടത്തിലാണ് കടന്നു വന്നത്. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് പറയാ, സ്വഹാബി നബിയെ, എനിക്ക് 2 കുട്ടികളുണ്ട്, എനിക്ക് 2 ചെറിയ മക്കളുണ്ട്, അവരുടെ ശരീരം മുഴുവൻ വ്രണം വന്നിട്ട് വല്ലാതെ പ്രയാസത്തിലാണ് നബിയെ. വ്രണം വരിക, എന്താണ് കുഷ്ഠരോഗം പോലത്തെ വ്രണം വന്നിട്ട് ശരീരം പൊട്ടുകയാണ്, ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് വല്ലാതെ പ്രയാസപ്പെടുകയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. വലിയ ചികിത്സകൾ നടത്തി, പക്ഷേ ഒന്നിനും പരിഹാരം ലഭിക്കുന്നില്ല, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാന്ത്വനം കിട്ടിയ, സമാധാനം ലഭിച്ച, അവിടുത്തെ പ്രയാസങ്ങളിൽ നിന്നും സാന്ത്വനമായി പറഞ്ഞു കൊടുത്ത ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ മുസമ്മിൽ. അത് 7 ദിവസം ഓതി മന്ത്രിക്കാൻ, കുട്ടികളെ മന്ത്രിക്കാൻ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ഈ മനുഷ്യൻ പോയി, അദ്ദേഹം മന്ത്രിച്ചു. 7 ദിവസം കഴിഞ്ഞ് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്ക് വന്നിട്ട് സന്തോഷം അറിയിക്കുകയാണ്, അലിയാർ തങ്ങളെ, എൻ്റെ മക്കളുടെ അസുഖത്തിന് ശിഫാ ലഭിക്കുന്നുണ്ട് എന്ന്. അൽഹംദുലില്ലാ. അവിടുന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് സന്തോഷം അറിയിച്ച് പോയി. അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവത്തിൽ ഇത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ പവർഫുള്ളായ ഒരു സൂറത്ത്, നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നീങ്ങാനൊക്കെ ഉപകാരപ്പെടുന്നതാണ്, നമുക്ക് സാന്ത്വനം നൽകാൻ ഉപകാരപ്പെടുന്നതാണ്. 6 വലിയ നേട്ടങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്നതായി കാണാം. 6 വലിയ നേട്ടങ്ങൾ ഞാൻ വളരെ ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ നേട്ടം, നമ്മൾ ഈ പറഞ്ഞത് പ്രയാസങ്ങൾ നീങ്ങാൻ ഈ ഒരു സൂറത്ത് മതി. എത്ര വലിയ ടെൻഷൻ അടുപ്പിക്കുന്ന വിഷയങ്ങളിൽ കഴിയുന്നവരാണെങ്കിലും ബേജാറാവണ്ട, സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്തു. 7 ദിവസം തുടർച്ചയായി നിങ്ങളൊന്ന് ഓതി നോക്കി, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വലിയ ആ ഒരു നീയത്ത് വെച്ച് ഓതുന്ന സമയത്ത് ഇത് നടന്ന് കിട്ടുമോ, കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി, ആ ഒരു മൈൻഡ് ആവാൻ പാടില്ല. നമുക്ക് ഉറപ്പായും ഇത് നമുക്ക് സാന്ത്വനം ലഭിക്കും, സമാധാനം കിട്ടും എന്ന ഉറപ്പോടുകൂടി ചെയ്തു നോക്കി ഉറപ്പായും ലഭിക്കും അല്ലേ. എത്രയോ സംഭവങ്ങൾ, എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. എത്രയോ ആളുകൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഓതി അവർക്ക് അനുഭവം കിട്ടിയത് എന്നെ വിളിച്ചറിയിക്കാറുണ്ട്, സന്തോഷം അറിയിക്കാറുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നല്ല ഈമാനോട് കൂടിയിട്ട് ഓതിക്കോളൂ ഇൻഷാ അല്ലാഹ്. രണ്ടാമത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് അധികരിക്കാൻ, അവിടുത്തെ സ്നേഹവും മഹബത്തും ഒക്കെ കൂടാൻ കാരണമായി തീരും. അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. നബിതങ്ങളോട് ഹബ്ബ് കൂടിക്കഴിഞ്ഞാൽ നാളെ സ്വർഗ്ഗത്തിൽ നബിതങ്ങളോടൊപ്പം ചേരാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മൂന്നാമതായി കാണാം, ഞാൻ നേരത്തെ പറഞ്ഞു, പിണങ്ങിക്കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ, കൂട്ടുകാർ, കുടുംബാദികൾ, അങ്ങനെ തുടങ്ങിയിട്ട് പരസ്പരം പിണക്കത്തിൽ കഴിയുന്ന ആളുകൾ ഇണക്കം വരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ
നമ്മൾ അവരെന്നോട് ഇണങ്ങണം, അവരെന്നോട് പിണക്കം മാറ്റി സ്നേഹബന്ധത്തിലാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂറത്തുൽ മുസമ്മിൽ ഓദിക്കും. 7 ദിവസം കുറഞ്ഞ പക്ഷം ചുരുക്കത്തിൽ 7 ദിവസമെങ്കിലും ചുരുങ്ങിയത് ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വലിയ മാറ്റം ആ ബന്ധത്തിൽ ഉണ്ടാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിണക്കങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ. 4-മതായി കാണാം, മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്തു കൊടുക്കാം. അതായത് മരണപ്പെട്ട ഖബറാളികൾക്ക് ഹദിയ ചെയ്തു കൊടുക്കാൻ ഇതിനേക്കാൾ പവറുള്ള ഒരു സൂറത്ത് കാണാൻ കഴിയില്ല. സൂറത്ത് യാസീനൊക്കെ ഓതുന്നത് പോലെ തന്നെ വലിയ പവറുള്ള ഒരു സൂറത്താണ് ഇത് സൂറത്തുൽ മുസമ്മിൽ. വലിയ പ്രതിഫലം ഖബറാളികൾക്ക് ലഭിക്കുന്ന ഒരു സൂറത്താണ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി, അതുപോലെ കുടുംബാദികൾക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒക്കെ എന്ത് ചെയ്യാം, നമുക്കിത് ഹദിയ ചെയ്തു കൊടുക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവർ ഖബറുകളൊക്കെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. 5-മതായി കാണാം, ആരെങ്കിലും ഒരാൾ ഒരു തവണ ഈ ഒരു സൂറത്ത് ദിവസത്തിൽ ഓതിയതിനു ശേഷം 11 തവണ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്ർ 11 തവണ ചൊല്ലിയിട്ട് ആവശ്യങ്ങൾ ചോദിച്ചോ ഉറപ്പായിട്ടും അതിന് ഫലം കിട്ടും, അതിന് മറുപടി കിട്ടും, അതിന് ജവാബ് കിട്ടും, ഉറപ്പായും ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 6-മതായി കാണുന്ന ഏറ്റവും വലിയ നേട്ടമാണ് ഈമാൻ ഉറച്ച്. അതായത് സംശയങ്ങൾ, നമ്മുടെ ഈമാനിലുള്ള സംശയങ്ങൾ നീങ്ങിയിട്ട് യഖീൻ ഉറച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് അള്ളാഹു ഈ ഭൂമിയിൽ നിന്ന് വിട പറയാനുള്ള തൗഫീഖ് നൽകും. അതായത് ഈമാനോട് കൂടിയിട്ട് ആക്കിബത്ത് നന്നായി മരിക്കാനുള്ള അവസരം കിട്ടും. ദുനിയാവും രക്ഷപ്പെട്ടു കിട്ടും, ആഖിറവും രക്ഷപ്പെട്ടു കിട്ടും. അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ഖൈർ നൽകട്ടെ. അപ്പോൾ ജീവിതത്തിൽ പതിവാക്കൂല ഇൻഷാ അല്ലാഹ്. ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മുമ്പൊരു കിതാബിൽ കണ്ടു 21 പരം വരുന്ന നേട്ടങ്ങൾ ഈ ഒരു സൂറത്തിന്, ചെറിയ സൂറത്തിന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. 21 പരം വരുന്ന അത്ഭുത നേട്ടങ്ങൾ, അതും വലിയ വലിയ നേട്ടങ്ങൾ, വലിയ വലിയ നേട്ടങ്ങൾ ഓരോന്നും. ഇത് ചെയ്യേണ്ട രൂപം ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശാലമായി സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രശ്നപരിഹാരങ്ങൾ തേടിയ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക്, സഹോദരന്മാർക്ക്, ഉപ്പമാർക്ക് അള്ളാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷവും നൽകട്ടെ. ജീവിതത്തിലൊക്കെ വലിയ ഖൈർ നൽകട്ടെ. അതുപോലെ വിളിക്കുന്ന ആളുകളൊക്കെ മാക്സിമം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, ഒഴിവ് സമയത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അള്ളാഹു ഖബൂലാക്കട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ല. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തു വെക്കുക. കാരണം ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളൊക്കെ പെട്ടെന്ന് എത്താൻ അത് ഉപകരിക്കും അല്ലേ. ആരെങ്കിലുമൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂലിയും കൂടെ നമുക്ക് ലഭിക്കും അല്ലേ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.